ചർച്ചകൾ തുടരുന്നു. ജനുവരി 11 ബിഷപ്സ് ഹൗസിൽ 21 വൈദികർക്കെതിരെ നടന്ന അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് പാതിരാത്രിയിൽ ആർച്ച് ബിഷപ്പ് പാംബ്ലാനി നൽകിയ ഉറപ്പുകൾ നാളിതുവരെയായിട്ടും പാലിക്കപ്പെട്ടിട്ടില്ല. ഉറപ്പുകൾ പാലിക്കുന്നതിനുള്ള തടസ്സങ്ങൾ നീക്കുവാൻ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലും ആർച്ച് ബിഷപ്പ് പാംബ്ലാനിയും വിവിധ ഘട്ടങ്ങളിലായി നടത്തിവരുന്ന ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അൽമായ മുന്നേറ്റവുമായും വൈദികരുമായും വിവിധ തലങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ പലവട്ടം ചർച്ചകൾ നടന്നു. പടിപടിയായി ഓരോന്നിനും പരിഹാരങ്ങൾ ഉണ്ടായി വരികയാണ്. എന്നാൽ സുപ്രധാന പ്രശ്നങ്ങൾക്കെല്ലാം ഒരുമിച്ച് പരിഹാരം ഉണ്ടാകണം എന്ന നിലപാട് തുടരുകയാണ്. അതിന്റെ തുടർച്ചയായാണ് ഏപ്രിൽ 1, 2025 രാവിലെ വൈദികരുമായും വൈകിട്ട് അൽമായ മുന്നേറ്റവുമായും ചർച്ചകൾ നടന്നത്. ഉന്നയിച്ച മിക്കവാറും വിഷയങ്ങളിൽ ധാരണയായെങ്കിലും പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിൽ മുകളിൽ നിന്നുള്ള അനുവാദം വാങ്ങിയ ശേഷമേ ധാരണയിലെത്താനാവൂ എന്ന നിലപാടിലാണ് ഇരുകൂട്ടരും. അന്തിമമായ പ്രശ്നപരിഹാരം വൈകുന്നത് അതിനാലാണ്. അന്തിമമായ പ്രശ്നപരിഹാരം സാധ്യമാവും വരെ എറണാകുളം അങ്കമാലിയിലെ എല്ലാ ഇടവകകളിലും നിലവിലുള്ള സ്റ്റാറ്റസ് കോ, അതായത് തൽസ്ഥിതി തുടരുന്നതാണെന്ന് ആർച്ച് ബിഷപ്പ് പാംബ്ലാനി വൈദികർക്കും അൽമായ മുന്നേറ്റത്തിനും ഉറപ്പു നൽകി. അതുപ്രകാരം ഇപ്പോൾ നൽകിയിരിക്കുന്ന ട്രാൻസ്ഫർ ഓർഡറുകളടക്കം സകലതും താൽക്കാലികമായി മരവിപ്പിക്കപ്പെട്ടു. ഇന്നലെ ഏപ്രിൽ 1, 2025 ഓരോ ഇടവകകളിലും എന്താണോ സ്ഥിതി അത് അന്തിമ പരിഹാരം വരെ തുടരും. അതുവരെ പുതിയ ഉത്തരവുകളോ കത്തുകളോ ഇറക്കില്ല. ബസിലിക്ക ദേവാലയത്തിൽ മാത്രമാണ് നിലവിലെ അഡ്മിനിസ്ട്രേറ്റർ മണവാളൻ എസിന് പുറമെ രാജിക്ക് ശേഷം ബോസ്കോ മെത്രാൻ അനധികൃതമായി നിയമിച്ച പുതിയ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയപ്പെടുന്ന ഫാദർ തരിയൻ ഞാളിയൻ കൂടി താമസിക്കുന്നത്. അതിനാൽ തൽസ്ഥിതി തുടരുന്നതിന്റെ ഭാഗമായി ഫാദർ തരിയൻ പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് നടപടികളോ പ്രകോപനപരമായ ഇടപെടലുകളോ നടത്തില്ലെന്നും ആർച്ച് ബിഷപ്പ് പാംബ്ലാനി ഉറപ്പു നൽകി. പ്രശ്നപരിഹാര ഫോർമുല സമ്പൂർണ്ണമായി അനുവദിച്ചു കിട്ടും വരെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. ഇതുവരെയുള്ള അനുഭവം വെച്ച് ഏത് നിമിഷവും ഏത് കോണിൽ നിന്നും ചതി പ്രതീക്ഷിക്കാം. അതിനാൽ അതീവ ജാഗ്രതയോടെയാണ് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത് എന്ന് അൽമായ മുന്നേറ്റ പ്രസിഡന്റ് ശ്രീ ഷൈജു ആന്റണി അറിയിച്ചു.